ചൈനയും തമ്മിൽ ഏകദേശം ഒരു 4 വർഷത്തോളമായി ഇന്നും തമ്മിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ ജവാന്മാർ അതിർത്തികളിൽ ഇന്നത്തെ പത്രത്തിലും ഞങ്ങളുടെ ഒരു ക്യാപ്റ്റൻ മരിച്ചിട്ടുണ്ട് ഉഗ്രവാദികളുടെ വെടിയേറ്റ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു മനസമാധാനം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ നമ്മൾ ഇന്ന് വളരെ ഭംഗിയായിട്ട് എത്ര കഷ്ടപ്പാട് കഴിച്ചാലും ശരി നമ്മളുടെ സ്വാതന്ത്ര്യം ഭംഗിയായി ആഘോഷിക്കുന്നു. വളരെ വിപുലമായിട്ടില്ലെങ്കിൽ പോലും പഴയവീട്ടിൽ ഗ്രന്ഥശാല പ്രവർത്തകർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവുണ്ടായിരുന്നു. ഒരു വിപുലമായ പരിപാടി ഇല്ലെങ്കിലും പതാക ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ഈ പരിപാടി ഭംഗിയാക്കണം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എനിക്ക് സന്തോഷമുണ്ട്. നമ്മളുടെ യോഗത്തിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടി സ്റ്റേറ്റ് മദ്രാസ് റെജിമെൻറ്റിൽ നിന്ന് റിട്ടയറായ എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സെക്രട്ടറി കൂടിയാണ് വയനാട് ജില്ലയുടെ, അദ്ദേഹത്തെ ഞാൻ ദിനേശ് ആദരവും ക്ഷണിച്ചു കൊടുക്കുന്നു. Flowers in parade, attention! Parade, national salute, salute! ഭാരത് മാതാ കീ ജയ് ജയ് ജയ്. Down. ബഹുമാന്യനായ ജവഹർ ഗ്രന്ഥശാലയുടെ വൈസ് പ്രസിഡന്റ് ദാസേട്ടന്, ഗ്രന്ഥശാലയുടെ സെക്രട്ടറി അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട റോജി ഫ്രാൻസിസ്, CP അഷ്റഫ്, നാസർക്ക, സുരേഷ് പന്തിക്ക്, ജോസഫ് നട്ടത്തിൽ, ഗ്രന്ഥശാലയുടെ പ്രസിഡന്റായിട്ടുള്ള പ്രിയങ്കരനായ ഹുസൈൻ ചെറുപാറ, ഗ്രന്ഥശാലയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ബഹുമാന്യനായ നമ്മുടെ സൈനികൻ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബിനീഷ്, നമ്മുടെ പഴയ വൈദ്യുതി മഹിളാസിയുള്ള സയ്യിദ് ഷാഹുൽ ഹമീദ് നബി അവരുടെ, ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ കാരണവന്മാർ, ഏറ്റവും പ്രിയങ്കരനായ അസീസ്ക, ഹുസൈനാജി, അതിലെ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ വർഗീസേട്ട അടക്കമുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ആരെയും വിട്ടുപോകില്ല. അതിലെ നല്ലവരായ ചെറുപ്പക്കാർ എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രിയമുള്ളവരെ, രാജ്യം അതിൻ്റെ 88ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷം കൊണ്ടാടുകയാണ്. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നൊരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വയനാടിൻ്റെ ഒരു വലിയൊരു നോവ്, മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയൊരു ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമായത് നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ജവഹർ ഗ്രന്ഥശാല വലിയ ഒരു ആഹ്ലാദ പ്രകടനങ്ങളില്ലാതെ തന്നെയാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, 2 നൂറ്റാണ്ടോളം കാലം നമ്മെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ജീവനും രക്തവും വിയർപ്പും നൽകി ഐതിഹാസികമായ സമരങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിച്ചുകൊണ്ട് തന്നെയാണ് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ, ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമ്മുടെ ചെങ്കോട്ടയിൽ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യത്തിൻ്റെ പതാക ഉയർത്തിയത്. അതിനുശേഷം ഒരു കെടാത്ത വിളക്ക് പോലെ, ഒരു നെയ്ത്തിരി നാളം പോലെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പവിത്രമായിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എല്ലാം നമ്മളെല്ലാവരും കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച ആളുകളെ നിർബന്ധമായും നാം ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദാസേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സൈനികർ അവരുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്. അവരെയും നമ്മൾ ഇന്ന് ഓർക്കേണ്ടതായിരുന്നു. നമ്മൾ ഒരു പ്രാദേശികമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ പുത്തുമലയിൽ, നമ്മുടെ ചൂരൽമലയിൽ ദുരന്തമുണ്ടായ സമയത്ത്
ഈ പ്രദേശത്തുള്ള ഒരുപാട് ചെറുപ്പക്കാർ, നല്ലവരായ ചെറുപ്പക്കാർ അവിടെ പോയി തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുകയുണ്ടായി. അതിൽ നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ ഗ്രന്ഥശാലയുടെ എക്സിക്യൂട്ടീവായിട്ടുള്ള പ്രിയപ്പെട്ട ആഷിഫ് കേളോത്ത്, ബഹുമാനായ സുരേഷ് പന്തിക്കൽ അടക്കമുള്ള ആളുകളൊക്കെ അവിടെ നിസ്വാർത്ഥമായ സേവനം ചെയ്ത ആളുകളാണ്. ഒരു പക്ഷേ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ വളരെ പ്രയാസമുള്ള ഒരു ഭാഗത്ത് ചെന്നുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ആദിവാസി കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ജീവിതത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ശ്രീ ആഷിഫ് കേളോത്ത്. എനിക്കുറപ്പുണ്ട് ആഷിഫ് കേളോത്ത് ആ കുട്ടികളെ എടുക്കുന്ന സമയത്ത് സ്വന്തം മക്കളെ എടുക്കുന്നത് പോലെയാണ് ആഷിഫ് കേളോത്ത് ആ കുട്ടിയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചത്. അതിന് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയ ഈ നാടാണ്. ഈ നാട്ടിലെ ഓരോരുത്തരുടെയും സ്നേഹമാണ്, സൗഹൃദമാണ്, നമ്മുടെ നാടിൻ്റെ നന്മയാണ് ഇത്തരം കർമ്മങ്ങളിലേക്ക് ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരെയും പ്രാപ്തരാക്കിയത്. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ, ഞാൻ അവരൊന്നും പേര് പറയുന്നില്ല, അവർ ഭക്ഷണം കഴിക്കാതെ അവരുടെ വാഹനങ്ങൾ, സ്വന്തം വാഹനങ്ങൾ എടുത്തുകൊണ്ട് ഒക്കെ പോയി ആ ദുരന്ത മുഖത്ത് നോക്കി നിൽക്കാതെ കയ്യും മെയ്യും മറന്ന് പണിയെടുത്ത് പരിക്ക് പറ്റിയ ചെറുപ്പക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഈ ജവഹർ ഗ്രന്ഥശാല വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. അതുതന്നെയാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് വാചാലന ആവുന്നതിനേക്കാൾ നല്ലത് തന്നെ താൻ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം, എന്താണ് താൻ ഈ രാജ്യത്തോട് ചെയ്യേണ്ടത് എന്നൊരു തിരിച്ചറിവോടുകൂടി ആവൽഘട്ടങ്ങളിൽ ഇറങ്ങുകയും ഈ രാജ്യത്തിൻ്റെ പവിത്രമായ സാഹോദര്യവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മതേതരത്വവും സോഷ്യലിസവും തകർക്കുന്നതിന് വേണ്ടി കഴുകൻ കണ്ണുകളുമായി ആര് വന്നാലും അവരോടെല്ലാവരോടും പടിക്ക് പുറത്ത് എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചെടുക്കണമെന്നാണ് ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ജവഹർ ഗ്രന്ഥശാലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ നാൾ വഴികൾ നമുക്ക് മറക്കാനുള്ളതല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനത്തോടു കൂടിയായിരിക്കണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും അത് നഷ്ടപ്പെടാതെ പവിത്രമായി ഒരു അടുത്ത തലമുറയിലേക്ക് കൈമാറാനുള്ളതായിരിക്കണം എന്ന് മാത്രം സ്വാതന്ത്ര്യം നിർദ്ദേശമായി ഞാനിത് സംഭവിക്കുന്നു. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള ജവഹർ ഗ്രന്ഥശാലയുടെ മുൻ പ്രസിഡന്റ് പറയുന്നില്ല നമ്മൾ വളരെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറി പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളൊന്നുമില്ലാതെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ, നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മുടെ സഹജീവികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ദുരന്തത്തിൽ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരുന്നത് വലിയൊരു കാര്യമായിട്ടാണ്, അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉള്ള ഒരു വൈവിധ്യം, ഒരു ധാർമ്മികമായ വൈവിധ്യം, വൈകാരികമായ ഒരു വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ കൺമുമ്പിലൂടെ ശവങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ച, ഓരോ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. ആരും സഹായിക്കാനില്ലാതെ, ആരും ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യാതെ ഒരു ഭാര്യയും ഭർത്താവും തൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ തൻ്റെ ഭാര്യയുടെ ശവവും കയറിക്കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു കുഗ്രാമത്തിൽ പോലും, ഒരു ഓണം കേറാമലയിൽ പോലും അങ്ങനെ ഒരു സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, നാളെയും ഉണ്ടാകില്ല. അതിന് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മാനവികതയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മനുഷ്യത്വമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വമാണ്. ആ മതേതരത്വം, മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുക, പണ്ടത്തേക്കാളുപരിയായി മുന്നോട്ടേക്ക് കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഈ സ്വാതന്ത്ര്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിന് നാം തയ്യാറെടുക്കുക. നാളെയും ഇത് നമുക്ക് പ്രതീക്ഷയുടെ സ്വാതന്ത്ര്യമാണ്. ഈ പ്രതീക്ഷയുടെ സ്വാതന്ത്ര്യത്തെ മുന്നോട്ടടിക്കാതെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദന കേന്ദ്രമായി മാറണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണെങ്കിലും അതോടുകൂടി സന്താപം കൂടെ ഒന്നിച്ചു ചേരുന്ന സാഹചര്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം.
വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൂടപ്പിറപ്പുകളായ ധാരാളം ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്. ആ ഒരു ദുരന്തത്തെ കൂടി ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.